മനസ്വസ്ഥത ഉണ്ടെങ്കിലേ ജോലി ചെയ്യാൻ പറ്റും. അല്ല ആവേശമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി. ആരോ രാജോ ആരോ ആരോ നീ കരഞ്ഞ അവര് നിന്നെ അടിച്ചാ? ആ ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴെപ്പോഴും അങ്ങോട്ട് കയറി പോരൊന്ന്. അച്ഛന് പഴയപോലെ വയസ്സായി, അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. എന്താടാ ഇത് എവിടെ പോയിട്ട് പറഞ്ഞത്? അവിടം വരെ പോയത്. അവിടെ ആദ്യം അപ്പ പരിക്കണാടാ, അവിടെ എന്തിനു പോയത്? എൻ്റെ പൊന്നച്ച അവിടെ കുട്ടുമാമനും മാമിയും കൂടെ അടി ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ വഴി കൂടെ നടന്നു പോയപ്പോ അപ്പൊ ഞാൻ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു. എന്നിട്ട് സോൾവ് ആയാ? എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എടാ ഈ മാമനായിരുന്നാലും മച്ചാനായിരുന്നാലും അളിയനായിരുന്നാലും 10 കാശ് കയ്യിൽ വന്നാ അവൻ്റെയൊക്കെ സ്വഭാവങ്ങൾ മാറും. ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതും പറഞ്ഞ് വലിയ കുടുംബകലമൊന്നും ഉണ്ടാക്കണ്ട ബാലു, വിട്. അത് തന്നെ, ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ബന്ധങ്ങളുടെ ഇടയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുക. ആ വിള്ളലിന്റെ ഇടയിൽ കൂടെ വന്നതാണ് ബാലു. അച്ഛൻ പണ്ട് ചവച്ചു ഉപ്പിയ ഡയറികൾ കാണാതെ പഠിച്ചോണ്ട് ഇങ്ങോട്ട് തന്നെ വിളമ്പല്ല കേട്ടാ. എന്തിനാണ് പിള്ളേരെടുത്ത് ദേഷ്യം കാണിക്കണത്? ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് അങ്ങ് പിരിഞ്ഞു പോ. പറഞ്ഞ കേട്ടില്ലേ? കേട്ട് നിങ്ങൾ ഇരുചാൽ മൂർച്ചുള്ള വാളാണ്. ഒരു ചെറിയ വിഷയം കിട്ടിയപ്പോൾ അതിന്റെ മേളിൽ താണ്ടവാടണല്ലേ? ഇത് ശരിക്കും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ പടലിൽ ഇട്ട് തന്നത്. പാറുവിന് എനിക്ക് വഴക്ക് പറയാൻ അടിക്കാനുള്ള അധികാരം ഇല്ല അല്ലേ? പഴയ കൂട്ടുകുടുംബത്തിൽ നിന്ന് പഠിച്ച കുരുട്ട് വേല. വിഷയമില്ലായ്മയിൽ നിന്ന് വിഷയം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പുകച്ച് പുറത്തേ അടിക്കാനുള്ള പരിപാടി. കുളത്തറ ബാലചന്ദ്രൻ തുമ്പി. പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലേ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നാണ് കേട്ടാ. നോക്കിയാണ് ഈ ചെറുക്കൻ പറയണത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അവൻ ഇവിടുന്ന് മുങ്ങാൻ വേണ്ടി നോക്കാണ്. എടാ എൻ്റെ പിള്ളേരെ കരിവാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങണ്ട കേട്ടാ. കണ്ണേ കയ്യേ വാലേ തേനെന്ന് പറഞ്ഞ് കട്ടപ്പെട്ട് വളർത്തിയ പിള്ളേരാണിത്. പറയടാ കുറെ നേരം ഞാൻ പറഞ്ഞോണ്ടിരിക്കേ. ശ്രീയുടെ ഒരു കാര്യം പറഞ്ഞേക്കാം, ചുമ്മാ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ കേട്ടാ. കുറച്ച് ദിവസം നിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരുന്നപ്പോ ഞാൻ വിളിച്ചേ നിന്ന് അടിയും വഴക്കൊന്ന് വീണ്ടും തുടങ്ങിയ രണ്ടും കൂടെ കൂടുതൽ വഴക്കുണ്ടാക്കി ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പറഞ്ഞില്ല എന്ന് വേണ്ട. പോകുമ്പോ പിള്ളേരെ കൂടെ കൊണ്ടുപോ. എന്തിനും ഇവിടെ കിടന്ന് അടിയുണ്ട് ചാവണ്. നിക്കടാ ഇനി അകത്തോ ഈ ബാഗ് എടുത്ത് ഗൗരീനെ വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പരിപാടിയെങ്കിൽ കുട്ടി അടിച്ചു പിടിക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അയ്യയ്യേ ശ്രീകുട്ടൻ കിട്ടിയ അവസരത്തിലൊക്കെ ചാടാൻ വിചാരിച്ച് നടന്നില്ല, ചമ്മിപ്പോയി. കണ്ടുവിടാ മീശ പൊക്കിച്ചിട്ട് പലിയിടാ കണ്ടുവിടാ. ഞാൻ കാരണല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ റൂമിൽ പോയിരിക്കാൻ പോവാ. വേറെന്ത് ചെയ്യാനാ? കുട്ടുവാമ്മ, ഇത്ര നേരം കുട്ടുവാമ്മ പറഞ്ഞതൊക്കെ കേട്ട് നമ്മൾ വെറുതെ നിന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, നമ്മളും ഇടപെടും. അത് തന്നെ, രണ്ടുപേരും ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് ഈ നടി ഉണ്ടാക്കണത്. മാമ അപ്പൊ മാമ ഞാൻ പറയണ മാമ ഒരു കാര്യം 10 മിനിറ്റ് റൂം വരും. മാമ ചെല്ലു പോ. മാമ ചെല്ലുവാമ്മ. അയ്യ പറയാൻ വേണ്ടി നോക്കിയിരുന്നു അവിടെ അടുത്ത് പോയിരിക്കായി.